എല്ലാ മച്ചന്മാർക്കും JP നെറ്റ്വർക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ആറ്റം വർക്കിന്റെ 550 വാട്ട്സിന്റെ BLDC മിക്സർ ഗ്രൈൻഡർ, അതുപോലെ സുജാതയുടെ 900 വാട്ടിന്റെ സാധാരണ മിക്സർ ഗ്രൈൻഡർ, ഇതിലേതാണ് നമ്മൾ വാങ്ങേണ്ടത്? മലയാളി എന്ന നിലയ്ക്ക് നമ്മുടെ കേരളത്തിലെ ഒരു ഉപയോഗം വെച്ചിട്ട് ഏതാണ് നല്ലത്? ഞാൻ പറഞ്ഞുതരാം. സാധാരണ നമ്മൾ മിക്സർ ഗ്രൈൻഡർ വെച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയോ ഈ വക സാധനങ്ങളൊക്കെ പൊടിച്ചുണ്ടാക്കി എടുക്കുന്നു. ഇതല്ലേ ചെയ്യുന്നത്. ഇതിപ്പോൾ ഈ രണ്ട് മിക്സർ ഗ്രൈൻഡറിൽ ഏതാണ് പക്ക? ഈ വീഡിയോ കാണുന്ന പലരും ചിലപ്പോൾ സുജാത ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. അവരുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കട്ടോ. നമ്മളെ ഏത് ജ്യൂസ് കടയിൽ പോയി കഴിഞ്ഞാലും സുജാതയുടെ മിക്സർ ഗ്രൈൻഡർ അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ സുജാതയുടെ ഒരു പവർ നമുക്ക് അറിയാവുന്നുള്ളൂ. അതിൻ്റെ കംപ്ലൈൻറ്റും കാര്യങ്ങളും കുറവായിരിക്കും. അതുകൊണ്ടായിരിക്കും സകല ജ്യൂസ് കടയിലും എടുത്ത് ഉപയോഗിക്കുന്നത്. പിന്നെ ആറ്റം വർക്കാണെങ്കിലും സുജാത ആണെങ്കിലും നമ്മൾ വാങ്ങിയത് ആമസോണിൽ നിന്നാണ്. അതിൻ്റെ പർച്ചേസ് ലിങ്ക് ഞാൻ കൊടുത്തേക്കാം വീഡിയോയുടെ താഴെ. നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം കുറച്ച് മഞ്ഞളൊക്കെ പൊടിക്കാം. ഉണങ്ങി വെച്ചാൽ നല്ല അടിപൊളി ഉണങ്ങിയ മഞ്ഞളാണ്. ആദ്യം നമ്മൾ ആറ്റം വർക്കാണ് പൊടിക്കുന്നത്. ആറ്റം വർക്കിന് നിലവിൽ 2 മോഡലുണ്ട്. 550 വാട്ട്സ് ആണ് അതിൻ്റെ പവർ ചെയ്യുന്നത്. BLDC ആണ്. ഇവിടെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ആറ്റം വർക്കിൽ എന്തെങ്കിലും ഒരു കട്ടിയുള്ള സാധനം ഇട്ട് കഴിഞ്ഞാൽ സാധനം പൊടിയത്തില്ല. അതിൻ്റെ സെൻസർ വെച്ചിട്ട് അത് ഓഫായി പോകും. അപ്പോൾ ആ ഒരു കാര്യം ആറ്റം വർക്കിൽ നടക്കില്ല. വളരെ കുറച്ച് മഞ്ഞൾ മാത്രം ഇട്ടാലും അതിൻ്റെ സെൻസർ വർക്ക് ചെയ്യും. ആ ഒരു ബ്ലേഡ് ലോക്കായി കഴിഞ്ഞാൽ അപ്പം ഈ ഒരു സാധനം ഓഫായി പോകും. അതുകൊണ്ട് ഒരിക്കലും കുറച്ച് കട്ടിയുള്ള ഒരു സാധനങ്ങളും ഈ പറയുന്ന ആറ്റം വർക്കിൻ്റെ സെൻസറുള്ള BLDC മിക്സർ ഗ്രൈൻഡറിൽ പൊടിക്കാൻ പറ്റില്ല. അതൊരു പരാജയമാണ്. ആറ്റം വർക്ക് മിക്സർ ഗ്രൈൻഡറിൽ ഏറ്റവും ഉപകാരപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് ചോപ്പർ എന്ന് പറയുന്ന സംഭവമുണ്ട്. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് പച്ചക്കറി വളരെ ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇട്ടേക്കാം വീഡിയോയുടെ. നമ്മുടെ പുരാതന മിക്സർ ഗ്രൈൻഡറിൽ നിന്ന് ഈ ഒരു BLDCക്ക് ഒരു മാറ്റമുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഒരു ഇലക്ട്രോണിക്സ് ബോർഡ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ലോഡ് കൂടുതൽ വന്നു കഴിഞ്ഞാലോ ബ്ലേഡ് സ്റ്റക്കായി കഴിഞ്ഞാലോ അപ്പം സ്റ്റോപ്പ് ആവും. പിന്നെ ഇത് വർക്കാവില്ല. BLDCയിൽ പരാജയപ്പെട്ട മഞ്ഞളെടുത്തിട്ട് നമ്മൾ സാധാരണ മിക്സർ ഗ്രൈൻഡറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. അത് സ്റ്റക്കാവുമോ ഓഫാകുമോ അതോ മിക്സർ ഗ്രൈൻഡർ കത്തിപ്പോകുമോ അതോ പൊടിച്ച് കിട്ടുമോ നോക്കാം. നമ്മൾ സുജാത ഇട്ടിട്ട് ഓണാക്കിയാണ്. ഇത് നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം പവർ എടുക്കുന്ന എന്ത് സാധനം ഇട്ട് പൊടിച്ചാലും അരച്ചാലും ഈ പറയുന്ന സുജാത ആണെങ്കിലും ആറ്റം വർക്കാണെങ്കിലും സൗണ്ടൊക്കെ സെയിം ആണ്. പിന്നെ ആണെങ്കിൽ പ്രൈസിൻ്റെ കാര്യത്തിലും BLDCക്ക് കുറച്ച് വില കൂടുതലുണ്ട്. എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഈ ഒരു സൗണ്ട് നമ്മൾ കട്ടാക്കിയിട്ടില്ല. എൻ്റെ പൊന്നോളവേ, നമ്മൾ ആറ്റം വർക്കിൽ പരാജയപ്പെട്ട ആ ഒരു ആ ഒരു മഞ്ഞൾ നമ്മുടെ സുജാതയിൽ നല്ല അടിപൊളിയായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ സുജാത പക്കയാണ്. സുജാത മാത്രമൊന്നുമല്ല കേട്ടോ, സാധാരണ എല്ലാ മിക്സർ ഗ്രൈൻഡറിലും ഈ പറയുന്ന മഞ്ഞൾ ഈസി ആയിട്ട് പൊടിയുന്നുണ്ട്. എൻ്റെ വീട്ടിൽ തന്നെ ഇപ്പോൾ 4-5 മിക്സർ ഗ്രൈൻഡർ ഉണ്ട്. ഇതൊരു പ്രൊമോഷൻ വഴിയൊന്നുമല്ല, നമ്മൾ ആമസോണിൽ നിന്ന് പൈസ കൊടുത്ത് തന്നെ മേടിച്ച സാധനമാണ്. സുജാതയിലേ ഈ തൈര് നടിച്ചെടുക്കാൻ പറ്റില്ല, ഭയങ്കര സ്പീഡാണ് സാധനത്തിന്. അതുകൊണ്ട് ഒരു കുന്തം കിട്ടുന്നില്ല. ഇനി നമുക്ക് നമ്മുടെ മല്ലി ഒന്ന് ആറ്റം വർക്കിൻ്റെ BLDCയിൽ ഒന്ന് അടിച്ചു വെക്കാം. എങ്ങനെയുണ്ടെന്ന് നോക്കട്ടോ. മല്ലിയാണ് ഈ പ്രാവശ്യം അടിക്കാൻ പോകുന്നത്. മല്ലിയാണെങ്കിൽ ആറ്റം വർക്കിൻ്റെ ഏറ്റവും ആദ്യം ഇറങ്ങിയ മോഡലിൽ നല്ല അടിപൊളിയായിട്ട് അടിച്ചു കിട്ടാറുന്നു. നമ്മൾ ഉപയോഗിച്ചാണ്. അത് കുറച്ച് പ്രശ്നങ്ങൾ കാരണം നമ്മൾ കമ്പനിക്ക് തിരിച്ചെടുത്ത് പൈസ തിരിച്ചെടുത്തു. സൗണ്ടൊന്നും വലിയ കാര്യമായിട്ട് കുറവൊന്നുമില്ല BLDCയിൽ. ഈ പരസ്യത്തിൽ പറയുന്ന ആ ഒരു സൗണ്ടൊന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. അതിൽ കൂടുതൽ സൗണ്ടുണ്ട്. പിന്നെ ആണെങ്കിലേ വലിയ തരക്കേടില്ലാണ്ട് ഇപ്പം അടിച്ചു കിട്ടിയെന്ന് പറയാം. ഒരു കാര്യം ഇവിടെ എടുത്തു പറഞ്ഞു, ആറ്റം വർക്കിൻ്റെ ഏറ്റവും ആദ്യം ഇറങ്ങിയ ആ ഒരു മോഡലിൻ്റെ ജാറും ബേഡും നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ അത് ചൂടായി കഴിഞ്ഞാൽ മിക്സർ ഗ്രൈൻഡറിൽ പിടിച്ചിരിക്കും. പക്ഷേ ഇതിന് ആ ഒരു പ്രശ്നമില്ല. പക്ഷേ ക്വാളിറ്റി തീരെ കുറവാണ്. എന്നാൽ പിന്നെ സുജാതയിൽ അങ്ങ് അടിക്കാം.
സുജാതയിലാണെങ്കിലും ആറ്റംബർക്കിലാണെങ്കിലും ഇത് പൊടിച്ചു കിട്ടാനുള്ള ടൈം എന്ന് വെച്ചാൽ രണ്ടിലും ഏകദേശം സെയിം ഒന്നുമല്ല. ആറ്റംബർക്കിൽ കുറച്ചും കൂടെ ടൈം കൂടുതൽ എടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, ആദ്യം കാണിച്ച കൂടെ തന്നെ ലോഡ് കൂടുതലുള്ള സാധനങ്ങളൊന്നും ആറ്റംബർക്കിൽ മര്യാദയ്ക്ക് പൊടിയില്ല. നമ്മുടെ ആറ്റംബർക്കിനേക്കാളേ കുറച്ചും കൂടെ കൂടുതൽ ഈ പറഞ്ഞ സുജാതയിൽ നമ്മൾ ഇട്ട് പൊടിച്ചിട്ടുണ്ട്. അതാണ് ആ ഒരു ടൈം എടുത്തത്. അതല്ലാണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സുജാതയിലാണ് കുറച്ചും കൂടെ നല്ല വൃത്തിയായിട്ട് പൊടിഞ്ഞിട്ടത്. കാരണം സുജാതയ്ക്ക് ഒരു പവറിൽ തന്നെ പൊടിയുന്നുണ്ട്. പിന്നെ തേങ്ങയൊക്കെ ചമ്മന്തി അരയ്ക്കുന്നത് സംഭവമൊക്കെ അത് രണ്ടിലും സെയിം ആണ്, മാറ്റമൊന്നുമില്ല. രണ്ടിലും ഒരേപോലെ തന്നെ പക്കയായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് നമ്മളിങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ രണ്ടിലും ഓക്കെയാണ്. പക്ഷെ ഹെവി ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ ചെയ്യാണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ BLDC മിക്സർ ഗ്രൈൻഡർ മേടിക്കരുത്. അവിടെ നിങ്ങൾ സാധാരണ മിക്സർ ഗ്രൈൻഡർ തന്നെ മേടിക്കാം. പിന്നെ കറണ്ട് ബില്ല് ലാഭിക്കാം എന്ന് നോക്കി കഴിഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല. കാരണം സുജാതയിൽ നമുക്ക് നിസ്സാര സമയം കൊണ്ട് തീരുന്ന സംഭവം ഇവിടെ കൂടുതൽ സമയം എടുക്കുന്നു. അതുകൊണ്ട് കൂടുതൽ കറണ്ട് ആൾ വലിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ ആണെങ്കിൽ കംപ്ലൈൻറ്റ് എപ്പോഴും കൂടുതൽ BLDCക്ക് ആയിരിക്കും. അപ്പോൾ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നന്നാക്കാനും പൈസ കൂടുതൽ BLDCക്കാണ്. അത് പോരാത്തതിന് നമുക്ക് വളരെ ഈസി ആയിട്ട് സുജാതയുടെ ജാറ് സംഭവമൊക്കെ ഏത് കടയിൽ മേടിക്കാൻ കിട്ടും. പക്ഷേ BLDCയിലാകുമ്പോൾ അത്ര ഫാസ്റ്റായിട്ട് നമുക്ക് പുതിയ ജാറൊന്നും മേടിക്കാൻ പറ്റില്ല. എനിക്ക് ആകെ ഇതിനകത്ത് ഇഷ്ടപ്പെട്ട ഒരു കാര്യം വെച്ചാൽ BLDCയിൽ ചോപ്പർ വെച്ചിട്ട് പച്ചക്കറി നല്ല സൂപ്പറായിട്ട് അടിക്കാം.